ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ ബേക്കറി സിമുലേറ്റർ. ഗൈസ്, ഈ ഒരു ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബേക്കറി കട നടത്തുന്ന ഒരു ഉടമസ്ഥനാണ്. ഇവിടെ നമ്മുടെ അടുത്ത് എന്തോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. വാങ്ങണോ? ഇപ്പോഴാണ് വാങ്ങണ്ട ഗൈസ്. നമുക്കൊന്ന് കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ നിറയ്ക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് നിറച്ചേക്കാം ഗൈസ്. ഇവിടെ പൈസയൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും ഗൈസ്. പിന്നെ ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മളൊരു 2-3 സാധനങ്ങൾ വാങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ ഗൈസ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്കുള്ളത്. ഇതെല്ലാം കൂടി ഒതുങ്ങുമോ? ഒതുങ്ങി ഗൈസ്. ഇനിയും 5.62 രൂപ ഏതാണ്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. അത്രയല്ലേ? അത്രയൊക്കെ തന്നെ ഗൈസ്. ചെറിയ ചെറിയ ആടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഗെയിം ആയതുകൊണ്ട് ചെറിയ ചെറിയ ആടുകൾ വരും. സോറി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വെളിയിൽ എന്തോ കാണിക്കുന്നുണ്ടല്ലോ. ഓ, ആട് കണ്ടാൽ ആ സാധനം തരാമെന്ന്. അങ്ങനെ ഇപ്പോൾ നമുക്കത് വേണ്ട ഗൈസ്. അങ്ങനെയുള്ള ഒന്നും വേണ്ട. അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റും. ഇവിടെ ഇരുന്ന് കഴിക്കാൻ. അതെന്തുവാ? അതെന്താണ് ഗൈസ്? ഓ, നമുക്കിപ്പോൾ 2 കസേരയല്ലേ? അത് ഒരെണ്ണം കൂടി ഇട്ട് കൂട്ടാം. ബട്ട് അതിന് കാശ് കൊടുക്കണം കേട്ടോ. അതിന് മാത്രമുള്ളതൊന്നും നമ്മുടെ ഇല്ല. നമുക്ക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ വരാൻ കിടക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ ലെവലൊക്കെ കൂടും കുറയുകയൊക്കെ ചെയ്യും. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത ആ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമായിട്ട് അത് വെക്കാം ഗൈസ്. ഇവിടെ അതിപ്പോൾ വെക്കുക. ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ തിരിച്ച് നമുക്ക് ഒട്ടിച്ചല്ല. അത് ഓക്കെ അല്ല. ഇത് ഓക്കെ. കുറച്ച് അയ്യോ, ഇതാ കയറി പോരുവാ. ഓക്കെ, അത് ഓക്കെയാ. നമുക്കതും കൂടി അങ്ങ് മാറ്റി വെച്ചാലോ ഗൈസ്? ഓക്കെ, ഇവിടെ നമുക്ക് ഇതും കൂടി അങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഇങ്ങോട്ടാക്കാം. ഇതിൻ്റെ തന്നെ അടുത്താക്കാം ഗൈസ്. ഇവിടെ അങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഈ ഭിത്തി കാണണ്ട, അങ്ങനെ ഫില്ല് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് അതും ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം കടയിലൊന്നുമില്ല. ആ ചായൻ്റെ മാത്രമുണ്ട്. ഇതൊക്കെ അങ്ങനെയാണ് ഗൈസ്. 3 കസേരയാക്കാം, 2 കസേര നിന്ന്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടാണ് ബില്ലടിക്കുന്നത്. ഇപ്പോൾ ബില്ലടിക്കാൻ ആളുകളാരും ഇല്ല. പിന്നെ അവിടെ കുറേ ഡെമ്മി സാധനങ്ങളുണ്ട്. ഇതെന്ത് ഗെയിമോ? ഗെയിം കളിക്കാനൊക്കെ സ്ഥലം. ഇവിടെ ഒന്നും വലിയ പ്രയോജനം. എടാ, ഇവിടെ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? നമുക്കൊന്ന് ശരിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. കൊടുക്കാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു. നമുക്കങ്ങനെ ഒരു ഡോണറ്റ് വന്നിരിക്കുകയാണ്. ഈ ഡോണറ്റ് ഇവിടെ അല്ല ഡോണറ്റ് വെക്കണ്ടേ. ഇവിടെ ഡോണറ്റ് വെക്കണ്ടേ. ഓക്കെ. ഇതൊക്കെ മറ്റേ ടൈപ്പ് സാധനമല്ലേ, അതുകൊണ്ടാ. ഓക്കെ, അവിടെ എന്താ? ഇതെന്താണ് ഗൈസ്? എനിക്ക് മനസ്സിലേ ആയിട്ടില്ല. നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. കളഞ്ഞോളൂ. ഗൈസ്, ആളുകൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. 2-3 ആളുകൾ കയറിയിരിക്കുകയാണ്. നമുക്കിനിയും ഇവരെ ഒന്ന് പൈസ മേടിക്കണം ഗൈസ്. ഇവരുന്ന് ചേച്ചി ഫുൾ എമൗണ്ട്. താങ്ക് യു ചേച്ചി. ചേച്ചി കടയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയില്ല. ഒരു ദിവസമേ ആവുള്ളൂ ചേച്ചി കടേനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലേ? ശരി ചേച്ചി, വയ്ക്കോ. ഗൈസ്, അങ്ങനെ നമ്മൾ 3ാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ. ഡോണറ്റ് ഒരെണ്ണം മാത്രമോ? എന്താ അവിടെ ഒരെണ്ണം മാത്രം കഴിക്കുന്നത്? 2 എടുത്തോണ്ട് പോകണോ? വേണ്ട കേട്ടോ, ചേട്ടന് വേണ്ട മാത്രം കഴിച്ചാൽ മതി. മക്കളെ വരൂ മക്കളെ. 3 പേര് നല്ല അനുസരണമുള്ളതാണല്ലോ. കൈയൊക്കെ കെട്ടി നിൽക്കുന്നു. ഓക്കെ, പിള്ളേരെ പറ്റിക്കണോ? വേണ്ട പറഞ്ഞു വിട്ടേക്കാം. ബൈ. ഓക്കെ, അടുത്തവൻ വന്നിട്ടുണ്ട്. ഇവനും നമുക്ക് കൊടുത്തു വിട്ടേക്കാം. ഓക്കെ, ഇവനും കാശ. എടാ, ഒരുത്തം പോലും കാർഡ് തരുന്നില്ലല്ലോ. പിള്ളേരുടെ കയ്യിൽ കാർഡ് കാണത്തില്ല, പൈസ കാണത്തുള്ളൂ. വലിയവന്മാരൊന്നും കാർഡ് തരുന്നില്ല. ആ മുട്ട കാർഡ് തരണേ. മുട്ടച്ചേട്ടാ കാർഡ് തരണേ. അല്ലെ ഈ ചേച്ചിയെങ്കിൽ ഈ ചായ കുടിക്കുന്ന കാർഡ് തന്നാൽ മതിയായിരുന്നു. കാരണം ഇതിനകത്തിലെ കാർഡ് എനിക്ക് എങ്ങനെയാണെന്ന് കാണണം ഗൈസ്.
അപ്പോൾ നമുക്ക് നമ്മുടെ ATM കാർഡ് പോലെയാണോ നോക്കാം. തരൂ. ഓക്കെ. ഓ പൈസ. മൊട്ടച്ചേട്ടൻ കാർഡായിരിക്കും. മൊട്ടച്ചേട്ടാ കാർഡ് തരണേ. ഓക്കെ. ആ ചേച്ചിനെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനം തീരാനായി ഏകദേശം. സാധനം എടാ ഗൈസ് ഒരെണ്ണേ എടുക്കത്തുള്ളൂ, പക്ഷെ ഇത്രയും സാധനം ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യും. ഓക്കെ. ഓ കാർഡ്. ഞാൻ പറഞ്ഞില്ലേ മൊട്ടച്ചേട്ടൻ കാർഡ് തരുമെന്ന്. ഈ കാർഡിൻ്റെ കളർ കണ്ടോ, നീല. ഓക്കെ ചേട്ടാ പോയിക്കോളൂ. ചേച്ചി ചായ ഒക്കെ കുടിച്ചോ? എങ്ങനെയുണ്ട് ചായ? മധുരം കൂടിയില്ലല്ലോ. ഓക്കെ ചേച്ചിക്ക് അങ്ങനെ നമുക്ക് കൊടുത്തിട്ട് വിട്ടേക്കാം. അയ്യോ 1 രൂപ കൂടിപ്പോയി. എടീ അതേണ്ട അവൾ തിരിച്ചു വരുന്നത് അല്ലേ? ഓ അവളവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി കേട്ടോ. പൈസ മേടിച്ചിട്ട് അവള് ഇതിനകത്ത് വല്ല അടിക്കാനും പറ്റിയിരുന്ന ഞാൻ അവളെ പോയി തൊഴിച്ചേനെ. ഇപ്പം ചെറുക്കൻ കാർഡ് റിച്ച് ഫാമിലി. ഓ തെറ്റിപ്പോയി. 5 ചെറുക്കനെ പറ്റിക്കാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു. 1 രൂപ കുറയ്ക്കായിരുന്നു. ആ ചേട്ടാ എന്താണ്? ഓ കാർഡാണോ? ഓക്കെ നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട് നമുക്കിപ്പം. അതിൻ്റെ മുമ്പേ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. അതിനായിട്ട് മുമ്പേ അവനൊന്ന് ഇറങ്ങിപ്പോണ്ടേ. അവൻ അവിടെ ചായയും കുടിച്ചിരിക്കുക. ചേട്ടാ ഇറങ്ങിപ്പോണമായിരുന്നു. നമ്മുടെ കട അടയ്ക്കുന്ന സമയമായി. ചേട്ടൻ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ട് ചേട്ടോ.